തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രകോപനപരമായ പ്രസംഗങ്ങളും ആക്രമണങ്ങളും ജനാധിപത്യ പ്രക്രിയയുടെ ധാർമ്മിക നിലവാരത്തെക്കുറിച്ചുള്ള ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ യൂത്ത് ലീഗ് നേതാവ് കൊലവിളി പ്രസംഗം നടത്തിയപ്പോൾ തെന്നലയിൽ CPM നേതാവ് നടത്തിയ കടുത്ത സ്ത്രീവിരുദ്ധ അധിക്ഷേപങ്ങൾ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ മറവിൽ രാഷ്ട്രീയ നേതാക്കൾ പുലർത്തുന്ന ധിക്കാരപരമായ സമീപനങ്ങളെയാണ് തുറന്നുകാട്ടുന്നത്. വളഞ്ചേരി നഗരസഭയിലെ മുൻ കൗൺസിലറും മുസ്ലിം യൂത്ത് ലീഗ് പ്രാദേശിക നേതാവുമായ ഷിഹാബുദ്ദീൻ തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ നടത്തിയ പ്രസംഗം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിലെ ആക്രമണത്തിന്റെയും പ്രതികാരത്തിന്റെയും മനോഭാവത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഷിഹാബുദ്ദീന്റെ പ്രസംഗം കടുത്ത നിയമലംഘനവും ആക്രമണത്തിനുള്ള ആഹ്വാനവുമായിരുന്നു. മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് നേരെ കൈയോങ്ങുന്ന രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ കൊലവിളിയാണ് ഇയാൾ നടത്തിയത്. മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് നേരെ കൈ ഓങ്ങിയാൽ ആ കൈകൾ വെട്ടിമാറ്റുമെന്ന ഭീഷണി എതിരാളികൾക്കെതിരെ ശാരീരിക ആക്രമണം നടത്താനുള്ള ആഹ്വാനമായി കണക്കാക്കാം. തല്ലിയവരെ തിരിച്ചു തല്ലാതെ പോവില്ല, വീട്ടിൽ കയറി കാൽ തല്ലിയൊടിക്കും എന്നീ വാക്കുകൾ രാഷ്ട്രീയ പ്രതികാരത്തിന്റെ സൂചന നൽകുന്നു. എതിർക്കാൻ ധൈര്യമുള്ള ഒറ്റ തന്തയ്ക്ക് പിറന്നവരുണ്ടെങ്കിൽ മുന്നോട്ട് വരണം. മുട്ടുകൾ തല്ലിയൊടിക്കുമെന്ന വെല്ലുവിളി രാഷ്ട്രീയ എതിർപ്പിനെ വ്യക്തിപരമായ ശത്രുതയുടെ തലത്തിലേക്ക് ഉയർത്തുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ വിവിധയിടങ്ങളിൽ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രാദേശിക നേതാവിന്റെ ഈ പ്രസംഗം അണികൾക്കിടയിൽ ആക്രമണത്തിന്റെ ആഹ്വാനം നൽകുന്നതാണ്. ജനാധിപത്യ പ്രക്രിയയിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാമെങ്കിലും കൊലവിളിയും കൈ തല്ലിയൊടിക്കുമെന്ന ഭീഷണിയും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. ഈ പ്രസംഗം യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും രാഷ്ട്രീയ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നതാണ്. ഈ പ്രസംഗത്തിനെതിരെ പോലീസ് കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ്. വളാഞ്ചേരിയിൽ അക്രമത്തിന്റെ ഭാഷയാണ് ഉപയോഗിച്ചതെങ്കിൽ മലപ്പുറം തെന്നലയിൽ CPM മുൻ ലോക്കൽ സെക്രട്ടറി സെയ്തലവി മജീദ് നടത്തിയത് കടുത്ത സ്ത്രീവിരുദ്ധവും വ്യക്തിപരമായ അധിക്ഷേപങ്ങളുമാണ്. പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സ്വീകരണ വേദിയിലാണ് സ്ത്രീകളെ ലൈംഗിക ചുവയോടെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഇദ്ദേഹം നടത്തിയത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തന്നെ തോൽവിക്കായി മുസ്ലിം ലീഗ് വിവാഹം ചെയ്തു കൊണ്ടുവന്ന പെൺകുട്ടികളെ രംഗത്തിറക്കിയെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. തുടർന്ന് സ്ത്രീകൾക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ളതായിരുന്നു. അന്യ ആണുങ്ങളുടെ മുന്നിൽ ഒരു വോട്ടിന് വേണ്ടി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് മുന്നിൽ കാഴ്ചവെക്കുകയല്ല ചെയ്യേണ്ടതെന്ന പരാമർശം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്ത സ്ത്രീകളെ ലൈംഗികമായി അപമാനിക്കുന്നതിന് തുല്യമാണ്. തന്റെ വീട്ടിലും കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളുണ്ട്, അവരെയൊക്കെ കെട്ടിക്കൊണ്ടുവന്നത് ഭർത്താക്കന്മാരുടെ കൂടെ അന്തി ഉറങ്ങാനാണ് എന്ന പ്രസ്താവന രാഷ്ട്രീയ രംഗത്തുള്ള സ്ത്രീകളുടെ സ്വകാര്യത്തിലേക്ക് കടന്നു കയറുകയും അവരെ വീട്ടമ്മമാർ എന്ന നിലയിലേക്ക് മാത്രം ചുരുക്കുകയും ചെയ്യുന്നു. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ ഇതല്ല, ഇതിലും വലുത് കേൾക്കേണ്ടി വരും, അതിനൊക്കെയുള്ള ഉളുപ്പുണ്ടെങ്കിൽ ഇറങ്ങിയാൽ മതി എന്ന പ്രസ്താവന രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്ന സ്ത്രീകളെ ഭീഷണിപ്പെടുത്തുന്നതും അപമാനിക്കുന്നതുമാണ്. CPM നേതാവ് സ്ത്രീവിരുദ്ധമായ പരാമർശം നടത്തിയത് പാർട്ടിക്ക് വലിയ ധാർമ്മിക പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പുരോഗമനപരമായ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുൻ ലോക്കൽ സെക്രട്ടറിയാണ് ഇത്തരത്തിൽ സംസാരിച്ചത്. സ്ത്രീകളെ പൊതുരംഗത്ത് അപമാനിക്കുകയും അവരുടെ ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന നേതാവിനെതിരെ CPM ശക്തമായ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന പാർട്ടികൾക്ക് ഇത്തരം പ്രസംഗങ്ങൾ വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. തന്റെ പ്രസംഗത്തിനെതിരെ കേസ് കൊടുക്കണമെങ്കിൽ ആർക്കും ആവാമെന്നും നേരിടാൻ തനിക്ക് അറിയാമെന്നും അദ്ദേഹം വെല്ലുവിളിക്കുന്നു. ഇത് നിയമവ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി പാർട്ടി ചുമതല ഒഴിഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. ഈ രണ്ട് സംഭവങ്ങളും അതാത് രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് കേരള രാഷ്ട്രീയം നേരിടുന്ന ധാർമ്മിക വെല്ലുവിളിയുടെ അളവുകോലായിരിക്കും. വളാഞ്ചേരിയിലെ യൂത്ത് ലീഗ് നേതാവിന്റെ പ്രസംഗം ആക്രമണ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. യൂത്ത് ലീഗ് നേതാവിനെതിരെ ശക്തമായ നിയമ നടപടിക്ക് ശുപാർശ ചെയ്യുകയും അദ്ദേഹത്തെ തള്ളിപ്പറയുകയും ചെയ്യേണ്ടത് മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാത്തപക്ഷം ആക്രമണ രാഷ്ട്രീയത്തെ ലീഗ് പിന്തുണയ്ക്കുന്നു എന്ന ആക്ഷേപം ഉയർന്നുവരും. തെന്നലയിലെ നേതാവിന്റെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ CPM ശക്തമായ നിലപാടെടുക്കണം. സെയ്തലവി മജീദിന്റെ പരാമർശങ്ങളെ പരസ്യമായി തള്ളിപ്പറയുകയും അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും വേണം. സ്ത്രീകളെ അപമാനിക്കുന്ന ഇത്തരം പ്രവണതകളെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് CPM തെളിയിക്കേണ്ടതുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായ ഈ വിവാദ പ്രസംഗങ്ങൾ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേശത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ടാകുന്ന മനോനിലയുടെ അപാജയമാണ് വ്യക്തമാക്കുന്നത്. യൂത്ത് ലീഗ് നേതാവിന്റെ കൊലവിളിയും CPM നേതാവിന്റെ സ്ത്രീവിരുദ്ധ പ്രസംഗവും നിയമവ്യവസ്ഥയോടും ജനാധിപത്യ മൂല്യങ്ങളോടുമുള്ള വെല്ലുവിളിയാണ്. ഈ സംഭവങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായ തിരുത്തൽ നടപടികൾ എടുക്കുകയും ചെയ്താൽ മാത്രമേ രാഷ്ട്രീയ രംഗത്ത് പാലിക്കേണ്ട മിതത്വവും മര്യാദയും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, എന്നാൽ അത് ആക്രമണത്തിലേക്കോ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കോ വഴിമാറരുത്.